ഏതോ ഒരു പെൺകുട്ടിയുടെ താലി സ്വപ്ന ഇത്. അതെടുത്ത് എന്നെ അണിയിച്ച ആ പാവം പെൺകുട്ടിയുടെ ശാപം എനിക്ക് കിട്ടും. എന്നാ ഒരു അരമണിക്കൂർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ പോയി സ്വർണ്ണത്താലി തന്നെ വാങ്ങിട്ട് വരാം. എങ്കിൽ വിശ്വാസമാവോ? സോറി, എനിക്ക് ഋഷി സാറിന് വിശ്വാസം. ഞാൻ വെറുതെ ഒരു നമ്പർ ഇട്ടതല്ലേ. എന്ത് നമ്പർ ആയാലും ശരി, ഗോപിക കെട്ടാൻ പറഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ താലി കെട്ടും. എന്നാ പിന്നെ ഈ താലി ഞാൻ തിരിച്ചു കെട്ടട്ടെ? ആയിക്കോട്ടെ. ഹായ്, എനിക്ക് ഈ ഷർട്ട് തരുമോ? അയ്യോ, അത് തരാൻ പറ്റില്ല. ആ തൊപ്പിങ് തന്നെ ഇങ്ങെടുക്ക്. എനിക്ക് ഈ ഷർട്ട് വേണം. അയ്യോ, അത് ഊരാൻ പാടില്ല. ഇതെന്റെ യൂണിഫോം അല്ലേ. ആ തൊപ്പിങ് എടുക്ക്. സ്വാമി അച്ഛൻ കണ്ട എന്റെ ജോലി. ആ തൊപ്പി തരില്ല. തരാനാ പറഞ്ഞ. ഞാൻ വേറെ തൊപ്പിങ് തരാം. നോക്ക് നോക്ക്, എന്ത് രസാ. ഏഞ്ചൽ. ഏഞ്ചൽ. എനിക്ക് ഏഞ്ചലിന്റെ അടുത്ത് പോണം. അങ്ങനെ പോവാൻ പറ്റില്ല. എനിക്ക് പോണം. നീ ഇതെ കണ്ടോണ്ടിരുന്നേ. ഞാൻ പോവും. നീ അവിടെ നിന്നേ. അവിടെ നിൽക്കാനാ പറഞ്ഞു. അത് നോക്ക്. എനിക്ക് ഏഞ്ചലിന്റെ അടുത്ത് പോണം. വീട് അത് കണ്ടോ? അടങ്ങി നിന്നാ നിനക്ക് മുട്ടായി മേടിച്ചു തരാം. വാങ്ങിച്ചു തരുമോ? ആ, ഉറപ്പായിട്ടും. വീട് ചേട്ടാ 60 രൂപ. ശരി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ കാഴ്ച കണ്ട് രസിക്കാനോ? അകത്ത് ഒരുപാട് ജോലിയുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ. എന്റെ കാളിയമ്മയാണ് സത്യം. നിന്റെ ഈ പ്രേമം ഞാൻ ഉടച്ച താറുമാറാക്കും. ഞാൻ ആശിച്ച ആളെ നീ അങ്ങനെ തട്ടിയെടുക്കണ്ട. ഏഞ്ചലേ, 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 ഞാൻ വന്നു. ഏഞ്ചലേ, ഈ ആള് ഞാൻ പിടിച്ചോട്ടെ. അയ്യോ,
അമ്മ നാട് കാണാൻ ഇറങ്ങിയതാ. അതിന് തടസ്സം ഉണ്ടാക്കരുത്. മഞ്ജു ചേച്ചി, ഇത് വൈദ്യമഠത്തിലെ കുട്ടിയാ. ഒന്ന് അവിടെ കൊണ്ടുപോയി ആക്കാവോ? അയ്യോ, അനീഷേട്ടന്റെ കള്ളുകൂടി മാറ്റാനുള്ള നേർച്ചയാ, അത് മുടക്കാൻ പറ്റില്ല. ഇയാളും കൂടെ വന്നോട്ടെ, ദേവിയുടെ എഴുന്നള്ളത്തല്ലേ. അന്ന് എനിക്ക് ഈ വാള് തരുമോ? ഞാൻ തുള്ളിക്കോട്ടെ കൂടെ. അരുത്, ഇത് തീക്കളിയാ. കാളിയമ്മ കോപിക്കും. ഈശ്വര, കുട്ടിനെ എങ്ങനെയെങ്കിലും വൈദ്യമഠത്തിൽ എത്തിക്കണമല്ലോ. എല്ലാരും ഇപ്പൊ അന്വേഷിക്കായിരിക്കുമല്ലോ. അമ്മേ, കാളിയമ്മേ, ആ വിവേകം കൊടുത്ത് കുട്ടനെ കാത്തോണേ. ഒരു ഫലത്തിന് ദേവിയെ എഴുന്നള്ളിച്ച് തിരിച്ചെത്തുമ്പോഴേ സ്വീകരണം ഉള്ളതാ. ഇതുവരെ ഒന്നും ഒരുക്കി തീർത്തിട്ടില്ല. ഈ പൂ വിറുക്കണം, വാളും വിളക്കും ഒക്കെ തേച്ച് മിനുക്കണം. എന്തെല്ലാം ജോലികളുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് എല്ലാം കൂടി എങ്ങനെ തീർക്കാനാ? ഇങ്ങനത്തെ ഞാൻ ചെയ്യാം. വേണ്ട വേണ്ട, വിളക്ക് ഞാൻ തേച്ചോളാം. നീയേ തൂശനില മുഴുവൻ അറ്റം മുറിച്ച് തുടച്ച് വൃത്തിയാക്കി വെക്കണം. എല്ലാ കുടങ്ങളിലും ഇല വെച്ച് കെട്ടി വേപ്പിലകൾ കെട്ടിവെക്കണം. മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത വെള്ളം ആ കുടത്തിൽ മൊത്തം നിറയ്ക്കണം. ദേവി ചേച്ചിയും മഞ്ജു ചേച്ചിയും ഒരു വലത്തിന് പോയിന്ന് വെക്കാം. ഗോപി എവിടെ ഉണ്ട്? അവളെ വിളിച്ച് ഇതൊക്കെ ചെയ്യിച്ച എന്താ? പറഞ്ഞ പോലെ അവളിവിടെ പോയി. വേണ്ടേ, അപ്പുറത്തൊരു വായി നോക്കിയായിട്ട് സൊള്ളിക്കൊണ്ടിരിക്കുക. അമ്പലമാണെന്ന വിചാരം രണ്ടിനുമില്ല. ആഹാ, എന്നാ ഞാൻ പോയി വിളിക്കാം. അവളിപ്പോ അങ്ങനെ സൂഹിക്കണ്ട. അമ്മ വേണ്ട, അവിടെ ഇരിക്കെ. അല്ല, ഈ കത്തിയുള്ളോ? ഇല വൃത്തിയാക്കണമെങ്കിലേ മൂർച്ചയുള്ള നല്ല കത്തി വേണം. അപ്പുറത്തിരിപ്പുണ്ട് കത്തിയും ഇല തുടയ്ക്കാനുള്ള തുണിയും ഒക്കെ. എന്നാ ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. അയ്യോ, ഇതിൽ തൊടല്ലേ, അങ്ങനൊന്നും ചെയ്യരുത്. ചേച്ചി, ഞാനും കളിക്കാം. ഞാനേ ഉടവാള് കൊണ്ടുപോയി സമർപ്പിച്ചിട്ട് വരാം. കുട്ടനെ ഒന്നും മുത്തശ്ശന്റെ അടുത്തേക്ക് ആക്കോ. ശ്രദ്ധിച്ച്. അങ്ങോട്ട് പോണം. അതവിടെ പൊടിയൊക്കെ ആയല്ലോ. അങ്ങോട്ട് പോണം പപ്പ, അങ്ങോട്ട് പോണം. അവിടെ
അവിടെ ഉണ്ടല്ലേ? ആ ഇപ്പൊ വിളിച്ചു പറഞ്ഞത് നന്നായി. സ്വാമിയച്ചൻ പോലീസിൽ അറിയിക്കാൻ പറഞ്ഞതാ. ആ സെക്യൂരിറ്റിയുടെ ജോലി പോകുന്ന ലക്ഷണ. എനിക്കിവിടെ അമ്പലത്തിൽ പൂജയും ചടങ്ങുകളും ഒക്കെ ഉണ്ട്. ഡോക്ടർ ആരെങ്കിലും ഒന്ന് വിട്ട് കുട്ടനെ മഠത്തിലെത്തിക്കണം. അവൻ കുഴപ്പമില്ല ഉണ്ടാക്കിയോ? ഒരു 10 മിനിറ്റ്, ഞാനിപ്പോ എത്താം. അതുവരെ ഒന്ന് നോക്കിക്കോളണേ. ഞാനിപ്പോ എത്താൻ ടീച്ചറെ. ഡോക്ടർ വരുമ്പോഴേ ആ ഉണ്ണിത്താൻ ചേട്ടനെയും കൂടി കൂടെ കൂട്ടിക്കൊണ്ട് വരണേ. ചിലപ്പോ വരാൻ കൂട്ടാക്കിയില്ലെങ്കിലോ? എതിരേറ്റ് പൂജ തുടങ്ങാറായി, എല്ലാരും വന്നോളൂ. മുത്തശ്ശ, പൂജ തുടങ്ങാറായി, വേഗം അകത്തേക്ക് ചെല്ല്. ഞാൻ കുട്ടനെ ഭദ്രമായിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വരാം. ദാ, ഫോൺ വെച്ചോ. കുട്ടാ, നമുക്ക് പോവാം. ടാറ്റ പപ്പ. വാ. പതുക്കെ. അങ്ങോട്ട് പോവാം സൂക്ഷിച്ച്. നമുക്ക്. വാ, ഇങ്ങോട്ട് വാ. വേണ്ടേ? വാ, കുട്ടന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞില്ലേ? വാ. എനിക്ക് ഐസ്ക്രീം മാത്രം പോരാ, ആ, ഉണ്ണിയപ്പം എല്ലാം വേണം, വാങ്ങിത്തരാം. ഉണ്ണിയപ്പം വേണം. ഇവിടെ നിക്ക്. ചേട്ടാ, ഇത് നമ്മുടെ വൈദ്യമഠത്തിലെ കുട്ടിയാ. ഒന്ന് നോക്കിക്കോണേ. എതിരേറ്റ് പൂജ കഴിഞ്ഞാലുടൻ ഞാൻ വന്നോളാം. ഐസ്ക്രീം. ആ, ഉണ്ണി ചേട്ടാ, കുട്ടനൊരു ഐസ്ക്രീം കൊടുക്കണേ. ശരി, വേണമെന്ന് പറഞ്ഞാ വീണ്ടും കൊടുക്കണേ. കാശ് ഞാൻ വരുമ്പോ തന്നോളാം. അതിന് ടീച്ചറോട് കാശിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. കുട്ടാ, ഇവിടെ തന്നെ നിക്കണേ, എവിടെയും പോവരുത്. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഇവിടെ നിന്നോ, ഇവിടെ. എനിക്ക് 1, 2, 3, 4, 5 ഐസ്ക്രീം വേണം. ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടോ മാമ? ഉണ്ണിയപ്പം നോക്ക്. താങ്ക് യു. ഉണ്ണിപ്പിള്ളേ, ഉത്സവ കച്ചവടം തുടങ്ങിയില്ലേ? മുടക്കം വന്ന പൈസ കൂടെ തന്നൂടെ? ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ, അങ്ങോട്ട് ഉഷാറായിട്ടില്ലെന്നേ. ആൾക്കാരുടെ കയ്യിലൊന്നും പൈസ ഇല്ല. എന്നാ പിടിച്ചോ. ആഹാ, ഇത്രേ ഉള്ളോ? ഇവനാ ദേവികയുടെ കൂടെ വന്നവനല്ലേ? അവൻ തന്നെ അവൻ. ഉണ്ണിപ്പിള്ളേ, ഇവനേതാ? മുമ്പ് ഇവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. ഏതാണ്? എനിക്ക് വലിയ പിടിയില്ലെന്നേ. നമ്മുടെ മേഘമല സ്കൂളിലെ ടീച്ചറാ ദേവിക, മോഹനേട്ടന്റെ മോള്. ആ കൊച്ചിവിടെ ആക്കിയിട്ട് പോയതാ. ഓഹോ. എന്റെ ഐസ്ക്രീം വേണോ? പിന്നെ എന്നെ കൊതിയിട്ട് എന്റെ ഐസ്ക്രീമിലേക്ക് നോക്കണേ. എന്നെ വയറിളക്കാനാ? പോടാ. എന്താ പറഞ്ഞു? പോടാന്നോ? അതെ, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഐസ്ക്രീം മേടിച്ചുതരാം. വേണം? എന്താ പറഞ്ഞു? പോടാന്നോ? അതെ, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഐസ്ക്രീം മേടിച്ചുതരാം. വേണം? ഉണ്ണിപ്പിള്ളേ, എന്റെ വക ഒരു ഐസ്ക്രീം ചെക്കന് കൊടുത്തേക്കെ. ചെക്കനല്ല, കുട്ടനാ. ആ, കുട്ടനെങ്കിൽ കുട്ടൻ. നീ വന്നേ, ചോദിക്കട്ടെ. വാ വാ. ഇതാ. കഴിച്ചോ. താങ്ക് യു. കഴിച്ചോ. നല്ല ടേസ്റ്റ്. മോനെ, അതെ, നിനക്ക് ദേവിക എത്ര നാളായിട്ട് അറിയാം? ദേവിയോ? അതാരാ? അമ്പലത്തിൽ ദേവിയാ? എടാ, നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയില്ലേ ആ സ്കൂളിലെ ടീച്ചർ? അത് മാലാഖിയാ, ഏഞ്ചൽ. എടാ, ദേവിക എന്റേതാ, മനസ്സിലായടാ? കളിയും ചിരിയുമായി ഒരുത്തനെ അവളുടെ പിന്നാലെ നടക്കരുത്. അങ്ങനെ നടന്നാ ഞാൻ നിനക്കെന്നെ ശരിക്കും അറിയില്ല, കേട്ടോ? എന്റെ ഐസ്ക്രീം പോയില്ലേ? എനിക്ക് വേറെ ഐസ്ക്രീം വാങ്ങിച്ചാ. മോനെ, മക്കളെ, മോനെ, നിനക്ക് എത്ര ഐസ്ക്രീം വേണമെങ്കിലും വാങ്ങിച്ചു തരാം. അതെ, എടാ, ഇങ്ങോട്ട് നോക്കിയേ. അതെ,
നീയും ദേവിയും തമ്മിലുള്ള ബന്ധം എന്താ? പറ. എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? എന്നാ പറഞ്ഞുതരാം. എടോ, ഒരു ഐസ്ക്രീം എടുത്ത് കൊടുക്കടോ. താങ്ക് യു, താങ്ക് യു. വേണോ? മോനെ, ഇനി പറ. നിന്നെയും ദേവിയെയും പാർക്കിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നല്ലോ. ദേവിക നിന്റെ ആരാ? ആരേ ദേവിക? എനിക്കറിയില്ല. നീ വിളിക്കണോടോ കോപ്പേ? നിനക്കെന്നെ അറിയില്ല കേട്ടോ. പറയടാ. എന്താ തിരുമേനി, എന്തു പറ്റി? ആ പൊന്നാരൻ തോട്ടത്തുകാര് ദേവിക്ക് സമർപ്പിച്ചില്ല വൈരക്കൽമാല, അത് കാണാനില്ല. ആരും ഇവിടുന്ന് പുറത്തു പോയിട്ടില്ല. പോലീസിനെ വിളിക്കണം, അതാ വേണ്ടത്. അതെ, പോലീസ് വരട്ടെ. അതെ, പോലീസ് വരട്ടെ. ഈ കൂട്ടത്തിലെ കള്ളിയെ കയ്യോടെ പിടിക്കാൻ പറ്റണേ ദേവിയെ. ഋഷി സാറിന്റെ അമ്മൂമ്മ സമർപ്പിച്ച മാലയാ. ദേവി എങ്ങനെയെങ്കിലും ഇത് കാട്ടിത്തരണേ. ഞാനൊരു ചുറ്റുവിളക്ക് കത്തിച്ചേക്കാം. നീ ജയിലിലായാലും നിനക്ക് വേണ്ടി ചുറ്റുവിളക്ക് ഞാൻ കത്തിച്ചോളാടി. പോലീസ് ഇപ്പൊ എത്തും. അബദ്ധം പറ്റി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ നടയെ തിരിച്ചു വയ്ക്കൂ. നേരിട്ടിപ്പ ചെന്ന് സംസാരിച്ചാ എല്ലാരും കാണും. ഫോൺ വിളിച്ച് ഋഷി സാറിനെ ഒന്ന് ആശ്വസിപ്പിച്ചാലോ? ഈശ്വര, ഇതെങ്ങനെ ഈ മാല എന്റെ ബാഗിൽ വന്ന്? പോലീസ് വന്നാ എല്ലാരെയും പരിശോധിക്കും. എന്റെ ബാഗിൽ നിന്ന് കിട്ടിയ എല്ലാം തീർന്നു. പിന്നെ മരിക്കേ നിവൃത്തിയുള്ളൂ. എപ്പോഴായിരുന്നു സംഭവം? ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് വന്നതായിരുന്നു. എൻ്റെ അമ്മയെ മാല സമർപ്പിച്ചത്.
എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവുക. എല്ലാവരുടെ മുന്നിൽ എനിക്ക് കല്യാണം വാങ്ങിയ ചേച്ചി. ആരോ എന്നെ ചതിച്ചതാ. എന്റെ ബാഗിൽ മനഃപൂർവ്വം മാല എടുത്തിട്ടതാ. നീ പേടിക്കാതെ. ഇപ്പൊ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എല്ലാരും സംശയിക്കും. നീ വേഗം മാലയും എടുക്ക. ചേച്ചി വേഗം എടുക്ക. ആരും കാണാതെ എടുത്തതാ. ആ മാല നീ എടുത്തതല്ലെന്ന് എനിക്ക് ഉറപ്പാ. നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വേഗം ഇങ്ങോട്ട് എടുക്ക. എന്താ ടീച്ചറെ, ടീച്ചറെ, അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്നു. അസുഖം എല്ലാം മാറി. ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ രക്ഷപ്പെടില്ലായിരുന്നു. ടീച്ചർ രക്തം കൊടുത്തുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടെ. ഞാനല്ലെങ്കിൽ ആ സമയത്ത് മറ്റൊരാൾ എത്തും ആപത്തിൽ സഹായിക്കാൻ. ഇത് ദേവിക്ക് ചാർത്താനുള്ള മാലയല്ലേ?